രാവിലെ എണീറ്റ് കുറച്ച് പണിയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴാട്ടാ ഓർത്തത് എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന്. അതുകൊണ്ടാട്ടാ ഇന്ന് പാതി വഴിയിൽ നിന്ന് തുടങ്ങുന്നത്. എന്തായാലും ഗുഡ് മോർണിംഗ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഇന്നൊരു വർക്കിംഗ് ഡേ ആട്ടാ, ബുധനാഴ്ചയാണിന്ന്. നമ്മുടെ മെനുവിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മെനു പ്രകാരം ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക തക്കാളിക്കറി ആട്ടാ. എണീറ്റ് ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് അരി അടുപ്പത്ത് വെക്കുന്ന പരിപാടി ആയതുകൊണ്ട് ചോറ് വെന്തേട്ടാ. ഇപ്പോഴേക്കും കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നെങ്കിലും വറ്റിച്ച് വെക്കാറില്ല കേട്ടോ, ഇങ്ങനെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൈഡിൽ വാർക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ പരിപാടി അവിടെ കൊണ്ട് കഴിഞ്ഞു. നമ്മുടെ വെണ്ടയ്ക്ക കറി തുടങ്ങിയതേ ഉള്ള പരിപാടി. വെണ്ടയ്ക്ക വേഗം ഒന്ന് അരിഞ്ഞെടുക്കണേ, ഈസി ആട്ടോ, നല്ല ടേസ്റ്റിയാണ് ഈ കറി. ഇതെൻ്റെ കൂട്ടുകാരി കൊച്ചാവയുടെ റെസിപ്പിയാണ്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ നല്ല നല്ല റെസിപ്പീസ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടെ അത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിലെനിക്ക് വലിയ കുറവായിട്ടോ നാണക്കേടായിട്ടോ ഒന്നും തോന്നാറില്ല കേട്ടോ. അതേ കുഞ്ഞപ്പൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് പതിവിൽ നേരത്തെ എണീറ്റിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മാക്സിമം ഇവർ എണീറ്റ് വരുന്നതിന് മുമ്പ് പരിപാടികൾ തീർക്കുമെന്ന്. പക്ഷേ ഇന്ന് കുഞ്ഞപ്പൻ ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ, നേരത്തെ എണീറ്റ് വരും. 5:30 എണീറ്റിങ്ങി പോരും. ഇപ്പോൾ ഏതാണ്ട് 5:15 ആയിട്ടുള്ളൂ. ആൾ എഴുന്നേറ്റിങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ പണി എല്ലാം താമസിക്കും ഉറപ്പാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണേ. ഞാൻ അരി ഒന്നും തലേന്ന് തന്നെ അരച്ച് പുളിപ്പിക്കാനൊന്നും വെക്കത്തില്ല കേട്ടാ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരിയും തേങ്ങയും ഈസ്റ്റും കുറച്ച് ചോറ് അല്ലെങ്കിൽ അവല് ഇതെല്ലാം കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുതിരാൻ വെക്കും. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് അരച്ച് വെക്കും. എന്നിട്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പം ചൂടാൻ നേരം നന്നായിട്ട് പുളിച്ച് വന്നിരിക്കും മാവ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അധികം പുളിച്ച് പോത്തുമില്ല. രാത്രിയിൽ അരച്ച് വെച്ചാലേ എൻ്റെ മാവ് ഭയങ്കരമായിട്ട് പുളിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആണേ. ഇന്നിപ്പോൾ ബുധനാഴ്ച ആയിട്ടാ കുറച്ച് കൂടുതൽ മാവ് അരച്ച് വെക്കുന്നത്. ഇന്നത്തേക്കും നാളത്തേക്കും. ഇന്നും നാളെ നമ്മൾ അപ്പം തന്നെ ആയിരിക്കും കേട്ടോ. പിറ്റേന്ന് രാത്രിയിലെ പുളിപ്പിച്ച മാവാണെങ്കിൽ 2 ദിവസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കും, തുടച്ചുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ഞാൻ ഡ്രസ്സിൽ തന്നെ തുടയ്ക്കുമായിരുന്നു. അപ്പം മിക്കവാറും എൻ്റെ ഡ്രസ്സ് ചീത്തയായി പോകുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സമാധാനമായിട്ട് കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക കറിയിലെ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് അടച്ചു വെച്ച് അതൊന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുത്ത്. എന്തിനാന്ന് ചോദിച്ചാൽ സൺഡേ ഞാൻ വീക്ക് ഡേയ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചില്ലേ. അതിനകത്ത് ഞാൻ ചിക്കൻ ഇങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചില്ലേ. അത് ഞാൻ ഒരെണ്ണം മൺഡേ എടുത്ത് ഒരു പോർഷൻ ഇന്നാണ് എടുക്കുന്നത് കേട്ടോ, വെനസ്ഡേ. കുറേ ദിവസം വെച്ചിരുന്നാൽ ചീത്തയാവുന്നത് കൊണ്ട് ഞാൻ ഈ മൺഡേയിലും വെനസ്ഡേയിലും ആയിട്ട് ചിക്കൻ അങ്ങ് എടുത്ത് തീർക്കും കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉള്ളി അരിയുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വെണ്ടയ്ക്ക കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഗ്രേവിക്ക് വേണ്ടിയിട്ടേ. സവാള അവിടെ വെച്ചിട്ട് അത് വന്ന് ഇങ്ങനെ ഒന്നീന്നൊന്ന് മാറി മാറി ചെയ്യുമ്പോഴേ നമ്മുടെ ശ്രദ്ധ എങ്ങും പോകാൻ പാടില്ല. അങ്ങനെ ആയാൽ കരിഞ്ഞു പോകണ്ടാ അടുപ്പത്തിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പാചകം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇവരെങ്ങനെയാ ഈ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടിട്ട് പാചകം ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ശരിക്കും ആരെങ്കിലും പഠിച്ചുകൊണ്ട് വരുന്നതാണോ? ഒന്നും അല്ലെന്നേ, നമ്മളിതൊക്കെ ചെയ്ത് പഠിക്കുന്നതാ. പല റെസിപ്പീസും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് റെസിപ്പി പറയാനെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണക്ക് പറഞ്ഞ് റെസിപ്പി പറയാൻ ഒട്ടും അറിയത്തില്ല കേട്ടാ. എല്ലാം ഒരു കൈക്കണക്കാണ്. അതുകൊണ്ടാട്ടാ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് റെസിപ്പി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് വളരെ കുറച്ച് മാത്രം ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കൂടെ എപ്പോഴും കാണണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒട്ടും സമയമില്ല കേട്ടാ. ശരിക്കും ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ആരും മടി പിടിച്ചിരിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ലെന്നേ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുന്നവരെ എല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഒരിക്കലും നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ലെന്നേ. കുറേ നാൾ കഴിയുമ്പം എന്തായാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഒരു സങ്കടം തോന്നും. അന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നെന്ന് അപ്പോൾ വിചാരിച്ചിട്ട് ഒരു കാര്യവും. നമ്മൾ വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം. നമ്മൾ വിചാരിച്ചാലേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതും വേറൊരു കാര്യം കേട്ടാ. ഇവിടെ ആശാൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ വന്നിരിക്കുന്നത് ഷാർപ്നർ വേണമെന്ന്. എണീറ്റ ഉടനെ തന്നെ ഒരു പെൻസിലെടുത്ത് 1-2 പെൻസിൽ കയ്യിൽ എപ്പോഴും കാണും കേട്ടോ ആളുടെ. ഇപ്പോൾ ഈയിടെയായിട്ട് ഈ ഷാർപ്നർ എടുത്തിട്ട് നമ്മൾ പെൻസിൽ ഞാൻ ഷാർപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തന്നെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് പക്ഷേ നടന്നില്ല. അവസാനം ഞാൻ ഷാർപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാൻ വഴിയേ. ഭയങ്കര പഠിത്തമാട്ടോ ഇപ്പോൾ ആൾ. എണീറ്റ് രാവിലെ 5 മണിക്ക് എന്തോ IASന്റെ എക്സാം ഉള്ളതുപോലെയാണ് എണീറ്റ് വന്നിരുന്നത് ഈ പഠിക്കുന്നത് കേട്ടാ. ഈ എണീറ്റ് നേരത്തെ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം തകിടം മറിയും. രാവിലെ എണീറ്റ് വന്ന പാടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും ആളിന് കേട്ടോ. ഇപ്പോഴാണ് ഒരു മൂടൊക്കെ ആളിന് വന്നത്. ഇത്രയും നേരം ആ സോഫയുടെ മൂലയ്ക്ക് മാറിയിരിക്കുമായിരുന്നു. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് വെജിറ്റേറിയൻ കറി വെക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി ചിക്കൻ കറി വെക്കാനാട്ടാ.
ഇതേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ അടുത്ത് വന്ന് തട്ടുംപുറത്ത് കയറി ഇരിക്കുന്നത്. ഈ പറയുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക ആൾ. ഞാൻ പിന്നെ അതിനെയൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക കേട്ടാ. കുറേ തത്രപ്പാടാണെന്നേ ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിർത്തിയിട്ട് എവിടെയോ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുക കേട്ടാ. അതാ നമ്മുടെ ചപ്പാത്തി പരിപാടിയും തുടങ്ങി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ രാത്രിയായാൽ ഹാർഡായി പോത്തില്ലേന്ന്. ഒരു ടിപ്പുണ്ട് കേട്ടാ, ഒരു വീഡിയോ ചെയ്യാം. നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ രാത്രിയിലായാലും ഒരു കുഴപ്പം വരത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. തലേന്ന് രാത്രി കരിഞ്ജീരക വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കും കേട്ടോ. അത് രാവിലെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കണം. ഏട്ടൻ വന്നിട്ടുണ്ടേ. ഇവിടെ ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. രാവിലെ നല്ല തണുപ്പുണ്ട്. ഏട്ടനാണെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ ചുമയും തുമ്മലും ഒക്കെ ആട്ടാ. ഈ അടുത്ത സമയത്ത് തുടങ്ങിയതാട്ടാ ഈ കരിഞ്ജീരക വെള്ളം കുടിക്കുന്ന ശീലം. ഏട്ടന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏട്ടൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാനും കൂടെ ഉണ്ടാക്കി കുടിക്കുന്നു. ഏട്ടനൊരു കമ്പനി വേണ്ടേ. ഉച്ചയ്ക്ക് ലഞ്ചിനെ നമ്മുടെ വെണ്ടയ്ക്കക്കറിയുടെ കൂട്ടത്തിലേ ബീൻസ് തോരനും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. അതിന് വേണ്ടിയിട്ടുള്ള ബീൻസ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. 4 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ടേ എത്ര മണിക്കാണ് കിടക്കുന്നതെന്ന് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ ശരിക്കും ഒരു 10-10:30 ഉറങ്ങും. പിന്നെ എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനോ വല്ലതും ഉണ്ടെങ്കിൽ ഒരു 11 മണി. എന്തായാലും അതിനപ്പുറം എന്തായാലും പോത്തില്ല കേട്ടാ. അതിനുള്ളിൽ ഉറങ്ങിയിരിക്കും. അങ്ങനെ നമ്മുടെ തോരൻ വെച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടാ ചീരക്കാരൻ വന്നു കിടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ പിന്നെ ചീര വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു, നാളത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ. ഈ ചീരക്കാരൻ ഈ റോഡിൽ വരുമ്പോഴേ ഇങ്ങനെ കൂവിക്കൊണ്ടാണ് വരുന്നത്. അപ്പുറത്തുള്ളവർ ആരൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്, ഞാൻ പുള്ളിക്കാരനെ കാത്ത് നിൽക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ചീരക്കാരൻ ചേട്ടൻ. ഈ ചേട്ടൻ്റെ അടുത്ത് ചീര മാത്രമല്ല കേട്ടാ, സവോളയും തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും മഷ്റൂമും കുറേ സാധനങ്ങളുണ്ട്. ഈ വണ്ടിയെ ഒരു മിനി വെജിറ്റബിൾ മാർക്കറ്റ് ആണ് കേട്ടാ. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ചീര ചേട്ടൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് വേറൊരു വെറൈറ്റി ചീര വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും 10 രൂപയുടെ ഓരോ കെട്ടും വാങ്ങിച്ചു കേട്ടാ. പിന്നെ മഷ്റൂമും വാങ്ങിച്ചു. മഷ്റൂം ശരിക്കും ഇതിൻ്റെ കവറിൽ 80 രൂപ എഴുതിയിട്ടുണ്ടെങ്കിലും ചേട്ടാ 50 രൂപ മേടിക്കുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ 80 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് ചേട്ടന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കേട്ടാ. ഇത് മതിയാക്കാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇത് മതി എണ്ണയെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പാലും എടുത്തുകൊണ്ട് ഞാൻ അകത്ത് കയറിയേ. ഇതെനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് ശരിക്കും. ഈ ചീരക്കാരനൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിക്കെ വരുന്നത് ഇതൊരു നല്ല ഫെസിലിറ്റി ആട്ടോ ഇവിടുത്തെ. പണ്ട് ബാംഗ്ലൂരിലായിരുന്നപ്പോഴും ഇങ്ങനെ കിട്ടുമായിരുന്നു. നാട്ടിലിങ്ങനെ കിട്ടാൻ വളരെ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഈ ഒരു മഷ്റൂം കേട്ടോ, നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ബട്ടൺ മഷ്റൂം എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. മല്ലിയിലെയും പുതിനയിലെയൊക്കെ എനിക്ക് വേഗം തീരും കേട്ടാ. ആഴ്ചയിൽ 1-2 കെട്ട് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളൊക്കെ ഉണ്ടാകുമെന്നേ. ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാലേ നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ചു പോകാതെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്തെങ്കിലുമൊക്കെ തെളിവ് ബാക്കി വെച്ചിട്ട് വേണം പോകാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെയെങ്കിലേക്ക് മനസ്സിൽ ഒരു നല്ല ഓർമ്മയായിട്ടെങ്കിലും നമ്മൾ ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാലേ ഇങ്ങനൊരു ജീവിതം. നമുക്ക് കിട്ടുന്ന സമയത്തിനെ ഡിവൈഡ് ചെയ്ത് ആരും മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ, എവിടെയെങ്കിലുമൊക്കെ ഒരു വഴി തെളിഞ്ഞു വരും. നമ്മുടെ ഈ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ചില്ലറക്കാരനല്ല കേട്ടാ. മിക്ക ഫുഡും നമുക്ക് കഴിക്കണമെന്നൊരു ടെൻഡൻസി വരുന്നതേ ഈ കറിവേപ്പിലയുടെ ഒരു മണം കിട്ടുമ്പോഴാട്ടാ. എന്നാൽ നമ്മൾ കറിവേപ്പില കഴിക്കുമോ, അതെടുത്ത് മാറ്റി വെച്ചിട്ടാണ് കഴിക്കുന്നത്. എന്തൊക്കെ വിരോധാഭാസങ്ങളാ അല്ലേ. ഇതാ ചപ്പാത്തിയുടെ മാവ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാടും പടലും എല്ലാം ഞാൻ എന്തായാലും കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വരട്ടെ. ചീര ഒന്ന് കഴുകി വെക്കാം, നാളെ അല്ലെങ്കിൽ കഴുകാനൊക്കെ നിൽക്കുമ്പോൾ സമയം പോകുമല്ലോ. അപ്പോൾ ചീര ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കഴുകിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഞാനൊരു കവറിലിട്ട് കെട്ടി ഫ്രിഡ്ജ് വെക്കും. നാളെ തന്നെ എടുക്കും കേട്ടോ, കുറേ ദിവസം വെച്ചേക്കത്തില്ലേ. ഈ ചീരയ്ക്ക് പക്ഷേ വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കുപ്പച്ചീരയില്ലേ നാട്ടിൽ, അതുപോലൊക്കെ തോന്നും. പക്ഷേ അത് കുപ്പച്ചീരയൊന്നും അല്ല, വേറെന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നേ. നല്ല പുതിനയിലിട്ട് ഒരു കട്ടനും കൂടെ അങ്ങ് ഉണ്ടാക്കി. ഏട്ടന് തുമ്മൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ കട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് ഒരിച്ചിരി പഞ്ചസാരയും കിട്ടും. ഞാനും ഒരു കട്ടൻ എടുത്തു കേട്ടാ. പിന്നെ ഈ കട്ടൻ ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്നേ. ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടാ. ശരിക്കും നമ്മുടെ ടേസ്റ്റിൽ വ്യത്യാസം വരും കട്ടൻ്റെ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കട്ടൻ ഇടാൻ ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. ഞാൻ പറയാം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുത്തുവണ്ണനില്ലേ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ട്രിപ്പിന് പോയ ആ മുത്തുവണ്ണൻ തന്നതാട്ടാ സ്വീറ്റ് കോൺ. അതൊന്ന് ചുട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല. അടുത്ത ദിവസം ആവട്ടെ. നമ്മുടെ ചിക്കൻ കറിയിലോട്ട് കുറച്ച് തേങ്ങയും ഒരു 2-3 ക്യാഷ്യും കൂടെ ഒന്ന് കുതിർത്തതും കൂടെ ചേർത്ത് അരച്ചു കൊടുത്തൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടാ. ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഞങ്ങൾ കട്ടൻ കുടിക്കുന്ന കണ്ടപ്പോഴേ മോനൂട്ടനും ഒരു കൊതി, അവനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് അവനും കൊടുത്തു. തികച്ചില്ലായിരുന്നു കേട്ടോ, ഞങ്ങളുടെ രണ്ടുപേരെയും കുറച്ചും കൂടെ അതിനകത്ത് ചേർത്ത് ഒഴിച്ചു കൊടുത്തേ. അങ്ങനെയാണ് അവന് തികച്ചത്. മോനൂട്ടൻ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. എപ്പോഴും കിച്ചണിൽ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വളവളാന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ദാ ഇവിടെ ഒരാൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ. ഞാൻ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. എന്തോ
ഭയങ്കര പഠിത്തമാട്ടാ. എന്താ പഠിക്കുന്നതെന്ന് എയും ബിയും മാത്രം എഴുതാൻ പഠിച്ചിട്ടുണ്ട് ആള്, വേറൊന്നും പഠിച്ചിട്ടില്ല. 1ഉം 2ഉം എഴുതും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തൊക്കെയോ ഡിസൈൻസ് ആണ് ബുക്കിൽ വരച്ച് വെക്കുന്നത്. കുഞ്ഞാപ്പിയെ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടില്ല കേട്ടാ. നാട്ടിൽ വെച്ച് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് അതുമില്ല. നെക്സ്റ്റ് ഇയറിൽ സ്കൂളിൽ വിടണം എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ആളിന് ഭയങ്കര മടിയാട്ടാ. ഞാൻ എന്തായാലും ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. മോനൂട്ടനായിട്ട് ഏറ്റവും ലാസ്റ്റ് എഴുന്നേറ്റ് വരുന്നത്. അവൻ മടക്കി വെക്കത്തില്ലെന്നേ, ഇതിന് ഭയങ്കര വെയിറ്റ് ആണ്, അവൻ്റെ കൈ എത്തത്തിൽ, അങ്ങനെ കുറേ എക്സ്ക്യൂസാണ്. എന്തായാലും ഞാൻ പോയി മടക്കി വെച്ചിട്ട് ആ ജനലും കൂടെ ഒന്ന് തുറന്നിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പണി തീർന്നു എന്നല്ല, പിന്നെ അടുത്ത പണിയിലേക്ക് കിടക്കാം. പാൽച്ചായ നിർത്തിയത് കൊണ്ടേ നമ്മളിപ്പോൾ പാലങ്ങ് തൈരാക്കുവാണേ ചെയ്യുന്നത്. രാത്രിയിൽ ഒറ ഒഴിച്ച് വെക്കും, രാവിലെ അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് വീണ്ടും മുറയായിട്ട് വെക്കും, പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ പാത്രത്തിലാണ് ഞാൻ ഒരയൊഴിച്ച് വെക്കുന്നത്. ഇടയ്ക്കൊക്കെ ഈ ഒരയെടുത്ത് മാറ്റി വെക്കാൻ ഞാൻ മറന്നു പോകും, പിന്നെ കടയിൽ നിന്ന് തൈര് വാങ്ങിച്ചങ്ങ് ഒരയൊഴിക്കും, അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചപ്പാത്തി പരത്തി എല്ലാം കൂടി വെച്ചിട്ട് ഒന്നിച്ചാണ് ചുട്ടെടുക്കുന്നത്. ദാണ്ടടാ മക്കളെ, നമ്മുടെ അപ്പം മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറേ പുളിച്ചങ്ങ് പോത്തുമില്ല, എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അപ്പത്തിന് പുളിച്ചിരിക്കുകയും ചെയ്യും. അതാണ് കേട്ടോ ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ചുടാൻ ഏട്ടനെ വിളിച്ചു, ഞാൻ അടുത്തുനിന്ന് ചപ്പാത്തിയും ചുടാന്ന് വിചാരിച്ചു. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കിച്ചൺ ക്ലോസ് ആവും. ചേട്ടനും അനിയനും കൂടി വെളിയിലൊരു ബഹളമൊക്കെ കേട്ടിട്ടാ. പോയി നോക്കിയപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ കോലാഹലമാണ്. കുഞ്ഞപ്പന് തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക കേട്ടാ. പിന്നെ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് മോനോട്ടനതൊക്കെ മാനേജ് ചെയ്തു. നമ്മളിവിടെ ഒരടുപ്പിൽ അപ്പം ചുടുന്നു, ഒരടുപ്പിൽ ചപ്പാത്തി ചുടുന്നു, രണ്ടും ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും പണി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞപ്പൻ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട് കേട്ടാ. ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു കേട്ടാ. ലൈഫിൽ ഞാനെടുത്ത ഈ തീരുമാനം ഇന്ന് ശരിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നതേ ഏട്ടൻ എനിക്ക് തരുന്ന ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ട് മാത്രമാണ്. ഏറ്റവും വലിയ സന്തോഷമേ, എൻ്റെ മക്കൾക്ക് ഇതിനേക്കാൾ നല്ലൊരു അച്ഛനെ കൊടുക്കാനേ എനിക്ക് ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. ഇതേ നോക്കിക്കേ, അപ്പൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചുട്ടു വെച്ചിരിക്കുന്നതെന്ന്. കല്യാണം കഴിക്കണം എന്ന് ഞങ്ങളെടുത്ത തീരുമാനം പരസ്പരം തെറ്റായിരുന്നെന്ന് ഒരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടാ. ചപ്പാത്തി ചുട്ടു കഴിഞ്ഞപ്പോഴേ കുഞ്ഞപ്പനെ അതാ കുളിപ്പിച്ച് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അവനെ എടുത്തുകൊണ്ട് ഓടി കേട്ടാ ബാത്റൂമിലോട്ട്. ഇവനെ ഒന്ന് മെരുക്കി കുളിപ്പിക്കാൻ കൊണ്ടുവന്നതേ ഒരു ചടങ്ങ് തന്നെയാ. നല്ല മൂടാണെങ്കിൽ ഹാപ്പി ആയിട്ട് കുളിക്കും കേട്ടാ. ഇന്ന് കുഴപ്പമില്ലായിരുന്നു, ഞാനെല്ലാം ലേറ്റായി, ഇനി ഞാൻ കുളിക്കണം. അതുകൊണ്ട് ഇന്ന് ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. കുഞ്ഞപ്പനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ടേ ഞാൻ വേഗം കുളിക്കാൻ പോയേട്ടാ. വേഗം കുളിച്ചിട്ട് വന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാട്ടാ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാ എന്നെ ഒറ്റയ്ക്ക് വിടാത്ത ഒരാളുണ്ട്, എൻ്റെ മോനൂട്ടൻ കേട്ടാ. എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് ഓടി വരും. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒരു ചെറിയ സങ്കടം വന്നാലും ഏറ്റവും ആദ്യം തിരിച്ചറിയുന്ന ആള് എൻ്റെ മോനൂട്ടനാട്ടാ. കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല, ഒരുപാട് ലേറ്റായി, ഞാൻ ഓഫീസിലേക്ക് ഓടട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് കൂടെ കൂടാൻ മറന്നുവല്ലേ. ടാറ്റാ.